കഴിഞ്ഞ ദിവസം SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രസ്താവനകൾ നമ്മളതിൻ്റെ വാർത്തകളൊക്കെ നൽകി. പക്ഷേ അതിനെക്കുറിച്ചൊരു ഒരു ഒരു അനാലിസിസ്, ഒരു വിശദീകരണവും ഒരു ചെറിയ അവലോകനവും നടത്തണം എന്ന് രാവിലെ വിചാരിച്ചതാണ്. അതിപ്പോഴാണ് അതിന് പറ്റിയത്. ഈ വെള്ളാപ്പള്ളി നടേശൻ സത്യം പറഞ്ഞാൽ യഥാർത്ഥ അവസരവാദി എന്ന് പറയുന്നത് ഇയാളാണ് എന്ന് ഇയാളുടെ സമുദായത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട പല നേതാക്കളും തന്നെ പറയും. ഇവിടെ ഹിന്ദുവിനെ ഉദ്ധരിക്കാനായി, ഹൈന്ദവ സമുദായങ്ങളെ ഉദ്ധരിക്കാനായി ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് വരുത്തി തീർക്കുകയും അതിലൂടെ അവനവൻ്റെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി കാര്യങ്ങൾ കരുനീക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന് നേരത്തെ തന്നെ പരാതിയും ആരോപണവും ഒക്കെയുണ്ട്. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെതിരെ മാറാടൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ടൊക്കെ തന്നെ അദ്ദേഹം ചില പ്രസ്താവനകളൊക്കെ നടത്തി. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ജനാധിപത്യ സംവിധാനത്തിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട 22 MLA-മാരുള്ള ഒരു പാർട്ടിയാണ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്ത പാർട്ടിയാണ്. അവരോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് മാന്യമായി രേഖപ്പെടുത്തുന്നതിനപ്പുറം അവരെ ഒരു പാർശ്വവൽക്കരിച്ചുകൊണ്ട്, ഈ സർക്കാരിൻ്റെ ഭാഗമാകാൻ പോകുന്ന അവരെ പാർശ്വവൽക്കരിച്ചുകൊണ്ട്, അവരെ ലീഗിനെ മാറ്റി നിർത്തിക്കൊണ്ടൊക്കെ ഒരു സമുദായ നേതാവ് ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത് രാഷ്ട്രീയമായ ഒരു ശരികേടല്ലേ എന്ന് ചോദിച്ചു പോവുകയാണ്. അദ്ദേഹം പിണറായി വിജയൻ്റെ സ്വന്തമായിരുന്നു. പിണറായി വിജയനൊപ്പം കാറിൽ കയറിയ വ്യക്തിയാണ്. കിയ കാർണിവലിൽ കയറിയ വ്യക്തിയാണ്. പിണറായി വിജയനെ സ്വാധീനിച്ചുകൊണ്ട്, പിണറായി വിജയൻ്റെ ഒപ്പം നിന്നുകൊണ്ട്, പിണറായി വിജയൻ്റെ ഒപ്പമാണ് അല്ലെങ്കിൽ LDF-നൊപ്പമാണ് താനെന്ന് വരുത്തി തീർത്തുകൊണ്ട് ചില പ്രസ്താവനകൾ നടത്തുന്നു. കുറച്ച് കഴിയുമ്പോൾ അത് മാറ്റി പറയുന്നു. ഈ പണ്ടത്തെ കാലത്തെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ, പ്രിയപ്പെട്ട നമ്മുടെ സുഹൃത്തുക്കൾ ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ കളിയാക്കുകയല്ല കേട്ടോ. ഓട്ടോ കയറി വന്നു കഴിഞ്ഞാൽ അത് എങ്ങോട്ടാണ് തിരിയുന്നത് എന്ന് പറയാൻ പറ്റില്ല എന്നൊക്കെ നാട്ടിൻപുറത്ത് പറയും. അതുപോലെ ഇദ്ദേഹം എങ്ങോട്ടാണ് തിരിയുന്നത്, ഇദ്ദേഹത്തിൻ്റെ അടിസ്ഥാനപരമായ ചിന്ത എന്താണ്, ആശയം എന്താണ്? 89 വയസ്സായി, ഞങ്ങളതൊക്കെ അംഗീകരിക്കുന്നു. എന്നാൽ പോലും രാഷ്ട്രീയമായ ഒരു വിശകലനമോ ഒരു പഠനമോ ഒന്നും നടത്താതെ ഇത്തരം വെറും വില കുറഞ്ഞ പ്രസ്താവനകൾ നടത്തുന്നത് ഒരു സമുദായ നേതാവിന് ശരിയല്ല. അതിന് ഏത് സമുദായ നേതാവാണെങ്കിലും. തുടക്കത്തിൽ തന്നെ VD സതീശനും കൂട്ടരും വരുന്നതിനെതിരെ തന്നെ തിരിഞ്ഞ വ്യക്തികളാണ് നമ്മുടെ NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരും അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശനും. അവർക്ക് KC വേണമെന്നുണ്ടായിരുന്നിരിക്കാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും രമേശ് ചെന്നിത്തല വേണമെന്നുണ്ടായിരുന്നിരിക്കാം. എന്തൊക്കെയായാലും ജനങ്ങളുടെ ഒരു പിന്തുണയോടുകൂടി തന്നെയാണ്, കോൺഗ്രസ് പ്രവർത്തകരുടെയും ഒക്കെ പിന്തുണയോടുകൂടി തന്നെയാണ് VD സതീശൻ ഇപ്പോൾ അധികാരത്തിൽ വരുന്നത്. മന്ത്രിമാരുടെ പട്ടികയൊക്കെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നമുക്കതേക്കുറിച്ച് പിന്നീട് സംസാരിക്കാം. എന്ത് വന്നാലും ജനാധിപത്യ രീതിയിൽ പാർലമെൻ്ററി തെരഞ്ഞെടുപ്പ് നടത്തി ജനങ്ങൾ വോട്ട് ചെയ്തിട്ടാണ് തീർച്ചയായിട്ടും ലീഗിനെ ആയാലും കോൺഗ്രസിനെ ആയാലും മറ്റ് ഘടകകക്ഷികളെ ആയാലും ഒക്കെ തന്നെ വിജയിപ്പിച്ച് 102 സീറ്റ് അവർക്ക് കൊടുത്തത്. അപ്പം അവരുടെ പെർഫോമൻസ്, അല്ലെങ്കിൽ അവരുടെ, ഇപ്പം വെള്ളാപ്പള്ളി നടേശൻ എന്നാൽ ആർക്ക് വേണമെങ്കിലും ആരെയും വിമർശിക്കാം, അതിനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്. പക്ഷേ അവർക്കൊരവസരം കൊടുക്കുക. അവർ സത്യപ്രതിജ്ഞ ചെയ്ത് അവർ ജനകീയമായ കാര്യങ്ങളുമായി മുമ്പോട്ട് പോവുകയാണെങ്കിൽ അവർക്കൊപ്പം നിൽക്കുകയും, അവർക്കെന്തെങ്കിലും തെറ്റുപറ്റുകയാണെങ്കിലും ആർക്ക് വേണമെങ്കിലും അവരെ വിമർശിക്കാം. ഏതൊരു സാധാരണക്കാരന് പോലും വിമർശിക്കാം, സമുദായ നേതാക്കൾക്കുമൊക്കെ വിമർശിക്കാം. അതിനു മുൻപേ ഇതിന് ഇടയിലൂടെ ഇങ്ങനെ പ്രതിസന്ധികൾ സൃഷ്ടിച്ചുകൊണ്ട്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, പഴയ കാര്യങ്ങൾ വലിച്ചഴച്ചുകൊണ്ട്, ഇവിടെ മനുഷ്യൻ്റെ മനസ്സിൽ ഇത്തരത്തിലുള്ള ചില വിഷം ചീറ്റലുകൾ നടത്തിക്കൊണ്ടൊക്കെ ഒരു സമുദായ നേതാവ്, ഇത്രയും പ്രായമുള്ള വ്യക്തി ഇങ്ങനെ പെരുമാറുന്നത് ഒരു ശരിയായ നടപടിയായിട്ട് ഒരിക്കലും തോന്നുന്നില്ല. ഇതിൻ്റെ വിശദീകരണങ്ങളും മറ്റ് കാര്യങ്ങളും ഒക്കെ തന്നെ പിന്നീട് കർമ്മ ന്യൂസിൻ്റെ അടുത്ത ദിവസങ്ങളിലെ ഞങ്ങളുടെ വാർത്താ ശകലങ്ങളിലും ബുള്ളറ്റിനുകളിലും ഒക്കെ തന്നെ നമുക്ക് പറയാം. തീർച്ചയായിട്ടും ഇത് ഒരു വിഷയമാണ്. ഈ സമുദായങ്ങൾ അല്ലെങ്കിൽ സമുദായ നേതാക്കൾ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. അത് പരിശോധിക്കേണ്ടതാണ്. അത് അവർ തന്നെയാണ് പരിശോധിക്കേണ്ടത്. ഇത്തരം നടപടികളുമായിട്ടും ഇത്തരം ആവശ്യമില്ലാത്ത ജൽപ്പനങ്ങളുമായിട്ടും ആരും വരാതിരിക്കുന്നതാണ് നല്ലത്.